തിരുവനന്തപുരം കാര്യവട്ടം ഗവൺമെന്റ് കോളേജിലും റാഗിംഗ്. ഒന്നാം വർഷ വിദ്യാർത്ഥിയെ 7 സീനിയർ വിദ്യാർത്ഥികൾ മർദ്ദിച്ചത് SFI യൂണിറ്റ് മുറിയിൽ. കാര്യമായ പീഡനമാണ് കാര്യവട്ടം ഗവൺമെന്റ് കോളേജിൽ നേരിടേണ്ടി വന്നതെന്ന് റാഗിംഗിനിരയായ വിദ്യാർത്ഥി പറഞ്ഞു. കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് വിദ്യാർത്ഥിയുടെ പിതാവും അമൃത വാർത്തകളോട് പറഞ്ഞു. കാര്യവട്ടം ഗവൺമെന്റ് കോളേജിൽ ക്രൂരമായ റാഗിങ്ങിന് ഇരയായ ബിൻസ് ജോസ് നമ്മോടൊപ്പം ചേരുകയാണ്. ബിൻസ്, അന്ന് വളരെ ക്രൂരമായ റാഗിംഗ് ആയിരുന്നു ഉണ്ടായിരുന്നത്. എങ്ങനെയായിരുന്നു ആ സംഭവം? അതെ, ഞാനും എന്റെ കൂട്ടന്റെ അഭിഷേകോടെ നടന്നു പോയിരുന്നു. അപ്പൊ നമ്മളെ സീനിയേഴ്സ് തടഞ്ഞു നിർത്തിയിട്ടായിരുന്നു ആദ്യം അടിച്ചത്. അത് കഴിഞ്ഞ് അടിയുടെ ഇടയ്ക്ക് അഭിഷേകാണെങ്കിൽ കയറി പ്രിൻസിപ്പാളിന്റെ അങ്ങോട്ട് ഓടി. അപ്പൊ എന്നെ മാത്രമായിട്ട് കിട്ടിയപ്പോ എന്നെ മാത്രമായിട്ട് കുറെ ഇട്ട് അടിക്കുകയായിരുന്നു. മറ്റേ മുളയൊക്കെ വെച്ച് തലയിൽ അടിച്ച് പിന്നെ ബെൽറ്റൊക്കെ ഊരി അടിക്കുകയായിരുന്നു. അതിന് കുറെ ഇടിയൊക്കെ തന്നു, മുഖത്തും നെഞ്ചിലൊക്കെ കുറെ ഇടി തന്നു. അത് കഴിഞ്ഞിട്ട് എന്നെ മാത്രമായിട്ട് അവിടെ SFIയുടെ ഒരു യൂണിറ്റ് റൂം ഉണ്ട്. അവിടെയാണെങ്കിൽ വേലു എന്ന് പറഞ്ഞ ഒരാൾ കൊണ്ടുപോയി അവിടെ ഇട്ടിട്ട് മുട്ടൂത്തിക്കാൻ പറഞ്ഞു. മുട്ടൂത്തിന്നില്ല മുട്ടുകാരടിച്ചൊടിക്കുമെന്ന് പറഞ്ഞ് അത് കഴിഞ്ഞിട്ട് എന്റെ മറ്റേ ഷർട്ടൊക്കെ വലിച്ചൂരിയിട്ട് വേറെ ഷർട്ടൊക്കെ തന്ന് എന്നിട്ട് അത് വിട്ടോണ്ട് പുറത്ത് പോയെന്ന് പറഞ്ഞു. ഈ യൂണിറ്റ് റൂമിൽ നടന്നാലും പുറത്ത് പറഞ്ഞ് ഇനിയും അടിക്കും, ഇവിടെ കോളേജിൽ ഇനിയും വന്നാൽ ഇനിയും അടിക്കും, ഇതേപോലെയൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞ് ഇനി കോളേജിലൊന്നും കയറ്റൂല എന്നൊക്കെ പറഞ്ഞ് പിന്നെ വെള്ളം ചോദിച്ചപ്പോ വെള്ളം ആദ്യം തരൂല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഫുൾ ബോട്ടിൽ വെള്ളവുമായിട്ട് ഒരു ചേട്ടൻ വന്നപ്പോ അത് വാങ്ങിച്ചിട്ട് പകുതി കൂടുതലും കളഞ്ഞിട്ട് ബാക്കി വാങ്ങണ്ടെടുക്കും, തുപ്പിക്കളയും. ലാസ്റ്റ് അതിൽ ഒരടപ്പിന്റെ അത്ര തുപ്പി എനിക്ക് കുടിക്കാൻ തന്ന്. അത് കുടിച്ചില്ലെങ്കിൽ തലയടിച്ച് പൊട്ടിക്കുമെന്നാണ് പറഞ്ഞത്. അവിടെ യൂണിറ്റ് റൂമിന്റെ തുപ്പിയാലും അത് വാങ്ങണ്ട് ഞാൻ ഇങ്ങനെ തുപ്പുമല്ല എന്നപ്പോ തുപ്പിയാലും തലയടിച്ച് പൊട്ടിക്കുമെന്ന് പറഞ്ഞു. തുപ്പല്ലെന്നും പറഞ്ഞ് അതിന്റെ എത്ര പേരായിരുന്നു അന്നുണ്ടായിരുന്നത് യൂണിറ്റ് റൂമിൽ വേല് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ സമയത്ത്. 4-8ന്റെ അകത്ത് കുറെ പേരുണ്ടായിരുന്നു. പിന്നെ യൂണിറ്റ് റൂമിൽ ഓരോരുത്തർ വരും പോവും അങ്ങനെയൊക്കെ നിന്ന് യൂണിറ്റ് റൂമിന്റെ അകത്ത് ഒരു അരമണിക്കൂർ 1 മണിക്കൂർ അടുപ്പിച്ച് ഉണ്ടായിരുന്നു. ആ യൂണിറ്റ് റൂമിന്റെ ഫ്രണ്ടിലും മറ്റേ ഗേറ്റ് അതിന്റെ അവിടെയും കുറെ ഇങ്ങനെ വന്നും പോയി നിൽക്കുകയൊക്കെ ആയിരുന്നു. അങ്ങനെയായിരുന്നു. ഇവർക്കെതിരെ അന്നേരം തന്നെ പരാതി നൽകിയിരുന്നു. ഇവരെ അറിയാവുന്നവരാണല്ലോ. അന്നേരം പരാതി നൽകിയില്ലായിരുന്നു. അന്നേരം എന്റെ പേരിലും പരാതി കൊടുക്കുമെന്ന് പറഞ്ഞ അവിടെ നിൽക്കുകയായിരുന്നു. അന്നേരം കൊടുത്തില്ലായിരുന്നു. സാറുമാരുടെ പറഞ്ഞ സാറുമാരെ ഫ്രണ്ടിട്ട് അടിക്കുമെന്നൊക്കെയാണ് പറഞ്ഞത്. അത് കഴിഞ്ഞ് അടുത്ത ദിവസമാണ് ഞാൻ പരാതി കൊടുത്തത് പോലീസിൽ. ഇവരെല്ലാവരും അറിയാവുന്ന ആളുകൾ തന്നെയാണ്. ഇവരെല്ലാം അറിയാവുന്ന ആളാണ്. TDS പഠിക്കുന്ന ഇവര് SFIയിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ്. അതെ, SFIയിൽ പ്രവർത്തിക്കുന്ന SFI എല്ലാവരും SFI. ഈ പരാതി നൽകിയതിനു ശേഷം നടപടി കോളേജിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു. കോളേജിന്റെ ഭാഗത്ത് സപ്പോർട്ടൊക്കെ ഉണ്ടായിരുന്നു. പരാതി ഇപ്പം കണ്ടെത്തിയിരിക്കുകയാണ്. അപ്പോൾ കൂടുതൽ നടപടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ്. അതെ തന്നെയാണ് കൂടുതൽ നടപടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. അദ്ദേഹത്തിന്റെ അച്ഛൻ കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. മകന് ഇത്തരത്തിൽ വളരെ ക്രൂരമായ ഒരു പീഡനമാണ് ഏറ്റുവാങ്ങേണ്ടി വന്നത്. അത്രത്തോളം അത് അന്ന് അറിഞ്ഞിരുന്നോ? എങ്ങനെയാണ്? അന്ന് ഞാൻ ഒന്നും അറിയുന്നില്ല. ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിൽ വരുന്ന സമയത്താണ്, വീട്ടിൽ വന്നപ്പോഴാണ് അറിയുന്നത്. കുട്ടിയുടെ മോന്റെ ഫോണൊക്കെ പിടിച്ചു മേടിച്ച് അവർ വെച്ച്. കാരണം എന്നെ അറിയിക്കാൻ ഒരു സംവിധാനമില്ല. അങ്ങനെ പിന്നെ ഷർട്ട് പോലും ഇല്ലാതെ അമ്മ അവിടെ ഇരിക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ ഏതോ ഒരു വിദ്യാർത്ഥി ഒരു ടീഷർട്ട് കൊണ്ട് കൊടുത്ത് വലിച്ചു കീറി, ഷർട്ടൊക്കെ വലിച്ചു കീറി കളഞ്ഞു. അങ്ങനെ ശ്വാസം മുട്ടിയായിരിക്കും വെള്ളം കുടിക്കാൻ ചോദിച്ചതെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ പിന്നെ മർദ്ദിച്ച് ഇവിടെ വീട്ടിൽ വരുന്ന സമയത്താണ് പറയണത്. അന്നേരം താലൂക്ക് ആശുപത്രി കൊണ്ടുപോയി. തലയൊക്കെ പെരുപ്പുണ്ടെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ താലൂക്ക് ആശുപത്രി കൊണ്ടുപോയി. അവിടുന്ന് റെഫർ ചെയ്ത് മെഡിക്കൽ കോളേജിൽ വിട്ട്. അങ്ങനെ മെഡിക്കൽ കോളേജ് ട്രീറ്റ്മെന്റിലാണ് ഇപ്പോൾ. മെന്റലി ആള് പ്രിപ്പയർഡ് അല്ല. ക്രൂരമായ ഒരു മർദ്ദനം തന്നെയായിരുന്നു. ക്രൂരമായ മർദ്ദനം തന്നെയാണ്. അവര് ഒരാളല്ല അടിച്ചത്, ആ റൂമിൽ കയറ്റി. അവർ 7 പേരുണ്ടായിരുന്നു. അവരുടെ പേരെല്ലാം സ്റ്റേഷനിൽ കൊടുത്തിട്ടുണ്ട്, പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവരെയും പേര് ഡീറ്റെയിൽസ് അവര് മർദ്ദിച്ചവരെല്ലാം എല്ലാരെയും പേര് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ അവന്റെ ആ പിന്നെ ഇതില് അവൻ പറയണ കാര്യങ്ങളാണ്. ഈ ആന്റി റാഗിംഗ് കമ്മിറ്റി ഇത് കണ്ടെത്തിയിട്ടുണ്ട്. ആന്റി റാഗിംഗ് കമ്മിറ്റി കണ്ടെത്തിയിട്ടുണ്ട്. അത് കറക്റ്റായിട്ട് വിഷ്വലുണ്ട്. കൂട്ടിക്കൊണ്ട് പോകുന്ന ഈ കുട്ടികളെല്ലാം കൂടെ കൂട്ടി മർദ്ദിക്കാൻ കൊണ്ടുപോകുന്ന വിഷ്വലുണ്ട്. കോളേജിലുണ്ട്. കോളേജിന്റെ ഭാഗത്ത് നിന്ന് ഫുൾ സപ്പോർട്ടാണ്. ടീച്ചേഴ്സും ശക്തമായ നടപടി സ്വീകരിക്കണം തന്നെയാണ് നിങ്ങളുടെ ആവശ്യം. ശക്തമായ നടപടി സ്വീകരിക്കണം. അല്ലാതെ ഇത് നിരസിച്ച് കളയാനുള്ള കേസല്ല ഇത്. പാർട്ടിയിൽ അല്ലെങ്കിൽ SFIയിലൊക്കെയുള്ള ആളുകളൊക്കെ ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അത്തരത്തിൽ ഏതെങ്കിലും കേസ് പോകും നിങ്ങൾ? അവിടെ ആ ഒരു യൂണിറ്റേ ഉള്ളു. കേസ് പോകാതിരിക്കാൻ കേസ് പോകണമല്ലോ. ഇതല്ലെങ്കിൽ അതിന് മേളിലും വേറെയും പിന്നെ കോടതികളുണ്ടല്ലോ, വേറെയും പിന്നെ ഡിപ്പാർട്ട്മെന്റുകളുണ്ടല്ലോ. എന്തായാലും ശക്തമായ നടപടി തന്നെ ഉണ്ടാവും.
ഇതാണ് ഇക്കാര്യത്തിൽ ശക്തമായ ഒരു നടപടിയിലേക്ക് തന്നെ പോകണം എന്ന് തന്നെയാണ് കുടുംബം ആവശ്യപ്പെടുന്നത്. ഇപ്പോൾ ഇത് കുറ്റം അല്ലെങ്കിൽ ഇത്തരത്തിൽ റാഗിംഗ് നടന്നിട്ടുണ്ട് എന്ന കാര്യത്തിൽ കണ്ടെത്തിയിരിക്കുന്നു. അതുമായി നടപടികളുമായി കോളേജ് സഹിതം മുന്നോട്ട് പോകുന്നു. പോലീസ് കൂടുതൽ കേസെടുത്ത് മുന്നോട്ട് പോകാനുള്ള നടപടികളുമായി മുന്നോട്ട് പോകുന്നു. അതേസമയത്ത് തന്നെ ഇത് കേസിൽ ശക്തമായ നടപടി ഉണ്ടാകണം എന്ന് തന്നെയാണ് കുടുംബവും ആവശ്യപ്പെടുന്നത്.